നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷന്റെ ആദ്യഘട്ടം നടക്കുന്ന ദിവസമാണിന്ന്. 7 ജില്ലയിലെ ജനങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് അവരുടെ വിധി എഴുതാനായി പോകുന്നത്. ഈ സമയത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കൺവീനറുമായ അടൂർ പ്രകാശ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന അതാണ് ഇപ്പം വലിയ വിവാദമായിരിക്കുന്നത്. ഈ പ്രസ്താവന കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ തലവേദനയുമായിരിക്കുകയാണ്. കാരണം ഇലക്ഷൻ നടക്കുന്ന ഈ വേളയിൽ ഇത്തരത്തിൽ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് മുൻപിൻ ചിന്ത കൂടാതെ ഒരു പ്രതികരണമൊക്കെ നടത്തുമ്പോൾ അത് പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കും എന്നതിനൊന്നും ഒരു വലിയ സംശയമില്ല. അദ്ദേഹം നടത്തിയ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഏത് വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്നതും. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്നിരിക്കുകയാണല്ലോ. ഈ കോടതി വിധിയെ പറ്റിയാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. അദ്ദേഹം എപ്പോഴാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ഈ പ്രതികരണം അദ്ദേഹം എപ്പോഴാണ് നടത്തിയെന്ന് ചോദിച്ചാൽ, പത്തനംതിട്ടയിൽ അദ്ദേഹം ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്തെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയെപ്പറ്റി പ്രതികരണം ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം ഇത്തരത്തിലുള്ളതായിരുന്നു. അതായത് കലാകാരൻ വ്യക്തി എന്ന നിലകളിൽ ദിലീപിന് നീതി കിട്ടി എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. അതിൻ്റെ കൂടെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളൂടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതൊക്കെ വലിയ വിവാദങ്ങൾക്കാണ് കാരണമായത്. അതായത് ദിലീപുമായി നല്ല വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയാണ് താനെന്നും ഈ വിധിയിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സർക്കാർ അപ്പീൽ പോകുന്നുണ്ടല്ലോ എന്നാണല്ലോ അറിഞ്ഞതെന്ന്. അപ്പോൾ ആ ചോദ്യത്തിനോട് അദ്ദേഹം പ്രതികരിച്ച ഒരു രീതിയുണ്ട്. അതാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിവാദവും ആ പ്രതികരണത്തോടാണ് ഉണ്ടായത്. അതായത് സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പീൽ പോകാമല്ലോ എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്ത് കിട്ടിയാലും ആരെ ഉപദ്രവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സർക്കാരാണല്ലോ ഇത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണമെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ എന്നതായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു വാചകം. ഇതൊക്കെ പുറത്തു വന്നപ്പോഴേക്കും വലിയ പ്രശ്നമായി. കാരണം നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ അടൂർ പ്രകാശിനെ തിരുത്താനായിട്ട് രംഗത്തെത്തി. കോൺഗ്രസ് നേതാക്കന്മാരുടെ അവസരോചിതമായ ആ പ്രതികരണം, അല്ലെങ്കിൽ അപകടം തിരിച്ചറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നടത്തിയ ആ പ്രതികരണം എന്തെല്ലാം എന്ന് നോക്കാം. ദിലീപിന് നീതി കിട്ടി എന്ന അടൂർ പ്രകാശിന്റെ വാക്കുകളെ പറ്റി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. കോൺഗ്രസിൻ്റെത് നിലപാടല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് ആണെന്ന് പറയുന്നതിനോടൊപ്പം ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും വേട്ടക്കാർക്കൊപ്പം നിൽക്കേണ്ട കാര്യം തങ്ങൾക്കില്ലെന്നും പറയുന്ന രമേശ് ചെന്നിത്തല ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനോടൊപ്പം. അതായത് പൾസർ സുനിയുമായി തങ്ങൾക്ക് എന്ത് ബന്ധമാണ്, ഇത്തരത്തിലെ വേട്ടക്കാർക്കൊപ്പം നിൽക്കേണ്ട കാര്യം തങ്ങൾക്കില്ലല്ലോ എന്നൊക്കെയും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കെ മുരളീധരൻ, ശശി തരൂർ, സണ്ണി ജോസഫ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, എം ഹസ്സൻ എന്നിവരൊക്കെ അടൂർ പ്രകാശിന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. മിക്കവരും ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നത്, അവരെല്ലാം പൾസർ സുനിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് ന്യായം കിട്ടുന്നതിലേക്കായി സംസാരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നേതാവൊന്നുമല്ല എന്നുള്ളത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ദിലീപുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളുമുണ്ട്. പക്ഷേ അടൂർ പ്രകാശ് ഇന്ന് നടത്തിയ ഈ പ്രസ്താവന കോൺഗ്രസിന് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇന്ന് ഇലക്ഷൻ ദിവസമാണ്, ദിലീപിനെ പിന്തുണച്ചു എന്നുള്ള ഒരു ആരോപണം വരും. ഇത്തരത്തിലെല്ലാം അടൂർ പ്രകാശ് വെട്ടിലായിരിക്കുകയാണ്. ഒപ്പം അദ്ദേഹം പാർട്ടിയും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയത്തിൽ യാതൊരു മുൻകരുതലും ഇല്ലാതെ തനിക്ക് ഇഷ്ടമുള്ള ഒരാളിനെ വേണ്ടി പറഞ്ഞു എന്നുള്ള ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം വലിയ വിവാദമായതോടുകൂടി KPCCയും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഇതിനോടുകൂടി എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അടൂർ പ്രകാശ് തന്റെ മുൻ നിലപാടിൽ നിന്നും മലക്കമറയുണ്ടായി. താൻ ഉദ്ദേശിച്ചത് ഒന്നുമല്ല, അതിജീവിതയെ സപ്പോർട്ട് ചെയ്താണ് താൻ പറഞ്ഞത്, മാധ്യമങ്ങൾ അതെല്ലാം വളച്ചൊടിക്കുകയാണ് എന്നെല്ലാം പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. ഈ പ്രസ്താവനകളായിട്ട് അദ്ദേഹം, അതായത് പുതിയൊരു നിലപാടുമായി അദ്ദേഹം രംഗത്ത് വന്നത് KPCC പ്രസിഡന്റിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്.
എന്തായാലും മൊത്തത്തിൽ പറയുമ്പോൾ കൃത്യമായ ദിവസം തന്നെ അടൂർ പ്രകാശ് കോൺഗ്രസ് പാർട്ടിക്ക് നല്ലൊരു സഹായം ചെയ്തു കൊടുത്തു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിനോട് ഇക്കാര്യത്തിൽ പാർട്ടി പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും നിലനിൽപ്പുണ്ട്. കാര്യം ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുകയാണ്. 7 ജില്ലകളിലെ ധാരാളം ജനങ്ങളെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നൊരു സമയമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അതിരാവിലെ തന്നെ പാർട്ടിക്ക് സഹായം ചെയ്യുന്ന തരത്തിൽ നല്ലൊരു പ്രസ്താവന നടത്തി ഇന്നത്തെ ദിവസം പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു നേതാവാണ് അടൂർ പ്രകാശ്. ഇത്തരം നേതാക്കന്മാരാണ് കോൺഗ്രസ് പാർട്ടിയുടെ മുതൽക്കൂട്ട് എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്.